അവഗണനയ്ക്കെതിരെ മണിമുഴക്കി പ്രതിഷേധവുമായി അനധ്യാപകരുടെ നിയമസഭാ മാർച്ച്. അനധ്യാപകരുടെ പ്രശ്നങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ 3 മാസങ്ങൾക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നുള്ള ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനധ്യാപക ജീവനക്കാരെ സംരക്ഷിക്കുക സർക്കാരെ. സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും അധികം അവഗണിക്കപ്പെടുകയും ദ്രോഹിക്കപ്പെടുകയും ചെയ്യുന്ന അധിക തൊഴിൽ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്ന കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ അനധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങളെ UDF ഗൗരവമായി കാണുന്നതായും അധികാരത്തിൽ വന്നാൽ 3 മാസങ്ങൾക്കുള്ളിൽ അനധ്യാപകരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിലെ അനധ്യാപകരുടെ സർവീസ് അനുബന്ധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നുള്ള ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങളുടെ പ്രൊമോഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്, ഗ്രേഡിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളുണ്ട്, നിരവധിയായ സർവീസ് പ്രശ്നങ്ങൾ കൂടി ഇതിന്റെ ഒപ്പമുണ്ട്. ഭിന്നശേഷിക്കാരുടെ കാര്യം വെറുതെ പറയുക. സുപ്രീം കോടതി വിധിയിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. എന്താ സുപ്രീം കോടതി വിധി? ഭിന്നശേഷിക്കാർക്ക് സംവരണം കൊടുക്കണം. അവർക്ക് സംവരണത്തിന് ആള് വന്നില്ലെങ്കിലോ അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നിയമനങ്ങളിൽ അപ്രൂവൽ കൊടുക്കണം. ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല. ഇത്രയും വിഷയം ഞാൻ നിങ്ങളുടെ ഈ സർവീസുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നിങ്ങൾക്കുണ്ട്. സത്യത്തിൽ ഒരു ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയെടുത്ത് ചർച്ച ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങൾ ആ ടേബിളിൽ തീർക്കാൻ സാങ്കേതികമോ നിയമപരമായോ തടസ്സമിക്കാം. ഞങ്ങൾ ഇനി നിയമസഭ കൂടുമ്പോഴും ഈ വിഷയം കൊണ്ടുവരാം. ഐക്യജനാധിപത്യ മുന്നണി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ സംഘടനയുമായി ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് ഈ വിഷയങ്ങൾ പരിഹരിക്കും. നിങ്ങൾ പോയി നിങ്ങളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞ വാക്കാണ്. ഹയർ സെക്കൻഡറി ലയനമടക്കമുള്ള പ്രശ്നങ്ങളിൽ നിരവധി അധ്യാപകരാണ് തെറ്റായ നിയമങ്ങളിൽ ബലിയാടാക്കപ്പെട്ടത്. തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന അനധ്യാപകരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവയ്ക്കുക മാത്രമല്ല, ലഭിച്ച ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കുകയും ഒപ്പം അധിക ജോലി കൂടി അടിച്ചേൽപ്പിക്കുകയുമാണ് ഈ സർക്കാർ. അനധ്യാപകരുടെ സമര ആവശ്യങ്ങൾ ന്യായവും എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ടതുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി അനധ്യാപകർ പ്രതീകാത്മകമായി സ്ഥാപിച്ച മണിമുഴക്കി സമരകാഹളത്തിന് പ്രതിപക്ഷ നേതാവ് തുടക്കം കുറിച്ചു. കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിനോജ് പാപ്പച്ചൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി NV മധു സ്വാഗതം പറഞ്ഞു. മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും MLAയുമായ രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തി. മുൻ മന്ത്രിയും MLAയുമായ അനൂപ് ജേക്കബ്, MLAമാരായ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ, TV ഇബ്രാഹിം, P ഉബൈദുള്ള, നജീബ് കാന്തപുരം, M വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഭാരവാഹികളായ അജി കുര്യൻ, ഷാജു CC, ഷഹീർ G അഹമ്മദ്, സിജി ചാക്കോ, കേശവദാസ്, വനിതാ ഫോറം കൺവീനർ മിനി CJ, ബിന്ദു മാത്യു, ഇമ്മാനുവൽ വിൻസെന്റ്, ജില്ലാ ഭാരവാഹികളായ ശരവണകുമാർ, പ്രകാശ്, മുരളി മോഹൻ, T ജോണി തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച നിയമസഭാ മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അനധ്യാപക തസ്തികകളിൽ കോടതി ഉത്തരവ് അനുസരിച്ച് നിയമനം നടത്തുക, ഹയർ സെക്കൻഡറിയിൽ അനധികൃതമായി അനധ്യാപകരെ ജോലി ചെയ്യിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, DA കുടിശ്ശിക പൂർണ്ണമായി നൽകുക തുടങ്ങി 20-ൽ പരം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ മാർച്ച് നടത്തിയത്. നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. നിയമസഭാ മാർച്ചിൽ സംഘടന ഉയർത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ തയ്യാറാകാത്ത പക്ഷം സംസ്ഥാന തലത്തിലുള്ള പണിമുടക്കടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് സംഘടന തിരിയാൻ നിർബന്ധിതരാകുമെന്ന് സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.